വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്നാക്സ് റെസിപ്പിയാണ്. വൈകിട്ടത്തെ ചായക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ക്രിസ്പിയായ പാലക് പക്കോടയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു പാലക് പക്കോട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം അളവിലെ പാലക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതരിഞ്ഞെടുക്കുമ്പോൾ തണ്ട് എടുക്കരുത്, ഇതിൻ്റെ ആ ഒരു ഇല മാത്രം എടുത്താൽ മതി. ഇനി ഒരു ഇടികല്ലിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്, കാരണം നമ്മൾ ഇതിൻ്റെ തോട് കളയാതാണ് എടുക്കുന്നത്. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്, പിന്നെ അതിൻ്റെ ഒരു പകുതിയും കൂടെ എടുക്കുന്നുണ്ട്. ഇതിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇനി ഇത് ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട്. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് പകരം കോൺഫ്ലോർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലക്കും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാലക്ക് അരിഞ്ഞെടുക്കുമ്പം ഇതുപോലെ ചെറുതായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ആദ്യം മിക്സ് ആക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോവരുത്, കുറച്ച് ടൈറ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കറക്റ്റ് ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട്. ഇനിയൊരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു പക്കോടയൊക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുവാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, ഒരുപാട് ഓയിലും ആവില്ല. ഇതിപ്പം ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതും ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതും കൂടെ ഒന്ന് കോരി മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റിയായ പാലക് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ചീരയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് സോസ് വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് നോർത്ത് സൈഡിൽ പാലക്കിൻ്റെ ഒക്കെ സീസണാട്ടോ. ഇത് മാത്രമല്ല, ഈ ഒരു സമയത്ത് ഇലകളൊക്കെ ഒരുപാട് കിട്ടും. ഇനി പാലക്ക് കിട്ടുമ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്